ആണെങ്കിൽ എത്ര വ്യക്തമായിട്ടാ പറയുന്നത്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നടക്കുന്നതാവാം, നമ്മുടെ നാട്ടിൽ നടക്കുന്നതാവാം, സുഹൃത്തുക്കളിൽ നടക്കുന്നതാകാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുമ്പോൾ ഒരാൾക്ക് അങ്ങോട്ട് മിണ്ടണമെന്ന് തോന്നിയാൽ നേരെ ചെന്ന് സലാം പറയുന്നതിന്റെ മഹത്വം എത്രയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങള്, നമ്മളൊരാളങ്ങ് പിണങ്ങിപ്പോയി, നമ്മളവന്റെ പിന്നാലെ പോയിട്ടൊന്ന് മിണ്ടാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ തെറ്റ് അവന്റെ കയ്യിലായിരിക്കാം. എന്നാൽ പോലും എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളെ കൂടെയുള്ള സദസ്സായതുകൊണ്ട് നിങ്ങളെ പരിഗണിച്ചുകൊണ്ട് പറയാണ്, പലപ്പോഴും സഹോദരിമാര് അവരെ വീട്ടിൽ തന്നെ ഇങ്ങനെ കഴിയുമ്പോൾ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇളച്ചി മുത്തച്ചിമാര് പ്രശ്നത്തിലാവാറുണ്ട്, അമ്മായിമ്മയും മരുമകളും പ്രശ്നത്തിലാവാറുണ്ട്. നാട്ടുകാരിൽ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, നമ്മളും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കിലൊന്ന് പിഴച്ചു പോയാൽ, സംസാരത്തിനൊന്ന് പിഴച്ചു പോയാൽ ചിലർക്കത് വലിയ സംഭവമായിട്ട് അതൊരു പിണക്കത്തിനുള്ള കാരണമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. നമ്മുടെ കുടുംബത്തിലും നാട്ടിലും അങ്ങനൊരു സംഭവം ഉണ്ടാവാനേ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് പറയാൻ കഴിയണം, എന്റെ കുടുംബത്തിൽ ഞാൻ ആരോടും പിണങ്ങിയിട്ടില്ല. ബഹുമാനപ്പെട്ട പത്തപ്പിരി ഉസ്താദ് വേദിയിലേക്ക് വരുന്നു. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ദിവസം ഇങ്ങോട്ട് മാറ്റിയത് കൊണ്ട് വരെ ആശങ്ക പലർക്കും ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അതായിരുന്നാലും ഇൻഷാ അല്ലാഹ് അഭിമന്യനായ ഉസ്താദ് ഈ ആത്മീയ മജ്‌ലിസിന്റെ എല്ലാ നേതൃത്വങ്ങളും